അതിനുള്ളിൽ നിന്ന് വേറെ എവിടെയും പോകാനുള്ള സാധ്യതയില്ല. സംഭവം ഞാൻ രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്. മിക്കവാറും രാത്രി വരെ പണി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയധികം സാധനങ്ങൾ ഇതിനുള്ളിലുണ്ട്. ചേരയാണെന്ന് പറയാനായിട്ടേ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും കിട്ടി നമുക്ക്. അല്ലെങ്കിൽ ചേരനെ നമ്മൾ പിടിച്ച് കൊണ്ടുപോകാറില്ല. നമ്മള് തൊട്ടടുത്ത് പറമ്പിലേക്കിനെ വിടുള്ളൂ. ഇനി നിങ്ങളോട് ചോദിക്കുക ചേരനോട് വിട്ടോട്ടെ. അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് പാലിയേക്കര ടോളിനടുത്ത് മടവാക്കര എന്ന് പറയുന്ന സ്ഥലത്തല്ലേ അല്ലേ? കറല്ലേ? മടവാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആള് ഒരു ഇലക്ട്രീഷ്യനാണ്. ഈ ഒന്ന് ഫാനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ വരുന്ന വഴി കണ്ടാണ്. അപ്പോൾ വീടിനോട് ചേർന്നിട്ട് ബാക്കിൽ റൂമുണ്ട്. ഈ റൂമിൽ നിങ്ങൾക്ക് വീഡിയോയിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടറിയാം. അത്യാവശ്യം പഴയ പാഴ്വസ്തുക്കളായിട്ടുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരുപാട് വസ്തുക്കൾ ഈ റൂമിൽ നിറയെ ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജനല ഇതിങ്ങനെ ഓപ്പൺ അല്ലായിരുന്നേ അല്ലേ? ക്ലോസ് ആയിരുന്നു. അപ്പം പിന്നെ എങ്ങനെയാ ഉള്ളിലേക്ക് കിടന്നത്? ഇത് തുറന്നപ്പോഴാണ് നിങ്ങൾ കണ്ടേ? അപ്പം നിങ്ങൾ പാമ്പിനെ എങ്ങനെയാ കണ്ടേ? ഇത് പ്ലെയിൻ ആണല്ലോ. ഓക്കെ. അപ്പോൾ ഇത് സംഭവം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. അപ്പം ഇങ്ങനെ അടഞ്ഞെടുക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കണ്ടത്, അപ്പുറത്താണ് കണ്ടത്. ഇത് പാമ്പാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് വേറെ എവിടെയും പോകാനുള്ള സാധ്യതയില്ല. സംഭവം ഞാൻ രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്. മിക്കവാറും രാത്രി വരെ പണി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയധികം സാധനങ്ങൾ ഇതിനുള്ളിലുണ്ട്. പതുക്കെ എല്ലായിടത്തും മാറ്റിയിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. നമ്മൾ പൈപ്പ് ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് എവിടെയെന്ന് വെച്ച് റെസ്ക്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി റെസ്ക്യൂയിലേക്ക് കിടക്കാം. റെസ്ക്യൂ അല്ല, ഈ സാധനങ്ങളൊക്കെ ആദ്യം മാറ്റുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടല്ല ഇറങ്ങിയേ. സാധനങ്ങളൊക്കെ പുറത്തിറക്കല്ലേ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിയിട്ടോട്ടോ. ഞാൻ എടുത്തരേ. ടോർച്ച് അവിടെ ടോർച്ച് ഉണ്ടെന്നു. ഉണ്ടാക്കിട്ടെ. അധികം നല്ല മാറ്റാണ്ടേ എളുപ്പത്തിൽ കിട്ടിയാൽ മതി.
അടിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടിരുന്ന അടിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടിരുന്ന ഇവിടെ വരെ കണ്ടുള്ളൂ. ചേട്ടാ ഇതും പിടിച്ചേ, ഇതാ ഇത് ബ്ലേഡാണ്, വലിച്ചേട്ടാ. ആ തന്നെയല്ല കണ്ടത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ബാഗ് ശരിക്കും മുലക്കി വെക്കണമായിരുന്നു. വേണ്ട, കുഴപ്പമില്ല. കറി ചേരയാണെന്ന് പറയാനായിട്ടേ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും കിട്ടി നമുക്ക്. അല്ലെങ്കിൽ ചേരനെ നമ്മൾ പിടിച്ച് കൊണ്ടുപോകാറില്ല. നമ്മൾ തൊട്ടടുത്ത് പറമ്പിലേക്കിനെ വിടുള്ളൂ. ഇനി നിങ്ങളോട് ചോദിക്കുക ചേരനോട് വിട്ടോട്ടേന്ന്. വേറെ എലീനൊക്കെ പിടിക്കാൻ വരുന്ന അതിനുള്ളിലൊക്കെ സ്ഥിരം വരുന്നതാ. പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലേ വേറെ പാമ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ചേര, പിന്നെ പ്രത്യേകിച്ച് പറമ്പാണല്ലോ, ചേരകൾ നല്ലതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പൂമ്പഴിക്ക് വിടുമ്പോൾ നാട്ടുകാർക്ക് അറിയില്ല ഞാൻ ഇവിടുന്ന് ചേരയാണോ അല്ലേ എന്നുള്ളത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല, നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായില്ലേ? അപ്പൊ എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും പാടത്തോടെയും വിടാം. അപ്പൊ സംഭവം ഏതാ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സംഭവം എനിക്ക് എന്തോ അധികം വലിയ പണിയൊന്നും കിട്ടിയില്ല. സംഭവം ഞാനിത് തുടക്കത്തിലേ പറഞ്ഞില്ലേ, ആ മുകളിൽ നമ്മൾ തപ്പാനുള്ള കാരണം എന്ന് വെച്ചാൽ മുകളിൽ നിന്നാണ് ഇറങ്ങിയത്. അപ്പം നേരെ താഴത്തേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യത കുറവാണ്. ആ മുകളിൽ തന്നെ എവിടെയെങ്കിലും നിറയെ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ താഴെയില്ല. എന്നാലും എൻ്റെ ഒരു ഊഹം അത് മുകളിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ തന്നെ തുടക്കത്തിൽ മാറ്റിയത്. സംഭവം അത്രയും സാധനങ്ങൾ ഇറക്കേണ്ടി വന്നില്ല. പക്ഷേ നിങ്ങളിവിടെ എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റൂ. മാറ്റി സ്ക്രാപ്പുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് സേഫ്.
പിന്നെ റാക്കിംഗ് സിസ്റ്റം ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമുക്ക് എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയാണെങ്കിലും പെട്ടെന്ന് കാണാൻ പറ്റും. ഇത് നമ്മൾ ഇത്രയും സ്ഥലത്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അപകടമായിരിക്കും. ഇതിപ്പോൾ ചേരയാണ് കുഴപ്പമില്ല, വേറെ വല്ല വിഷമുള്ള നമ്മളാണെങ്കിൽ അപകടം. അപ്പം നമ്മൾ അധികം സമയമൊന്നും എടുത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ ആ തുടക്കത്തിൽ തന്നെ കുറച്ച് സാധനങ്ങൾ മാറ്റിയപ്പോൾ മുകളിൽ തന്നെ സാധിക്കണ്ടായിരുന്നു. ചേരയാണ് നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പാടത്തോ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.